കോഴിക്കോട് കൊയിലാണ്ടിയിലെ CPIM നേതാവ് സത്യനാഥന്റെ കൊലപാതകത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റിയാസ് KMR ചേരുന്നു. റിയാസ്, രാഷ്ട്രീയമായ കാര്യങ്ങളല്ല, വ്യക്തിപരമായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണോ കുറ്റപത്രത്തിൽ പറയുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അജിംഷാദ്, തീർച്ചയായും 2000 പേജുള്ള കുറ്റപത്രമാണ് പോലീസ് ഇന്ന് വൈകിട്ട് കൊയിലാണ്ടി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ സമർപ്പിച്ചത്. അതിൽ നിലവിൽ ഒരു പ്രതി മാത്രമാണ് ഉള്ളത്. പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. ആ പ്രതി റിമാൻഡിലായ പോത്തോന അഭിലാഷാണ്. ആ അഭിലാഷ് മാത്രമേ കേസിൽ പ്രതിയായിട്ടുള്ളൂ എന്നും ഒപ്പം തന്നെ വ്യക്തിവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നും പറയുന്നു. മാത്രമല്ല, ഇതിൽ ശാസ്ത്രീയമായ തെളിവുകൾ ഉൾപ്പെടെ, സാങ്കേതിക തെളിവുകൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിരുന്നു. അതിനായി അഭിലാഷിന്റെ ശബ്ദ സന്ദേശങ്ങൾ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് അയച്ച് അവിടെ പരിശോധന നടത്തിയാണ് അന്ന് സാങ്കേതിക തെളിവുകൾ അന്വേഷണത്തിന്റെ ഭാഗമായി സംഘം ശേഖരിച്ചത്. ഈ 2000 പേജുള്ള കുറ്റപത്രത്തിൽ 157 സാക്ഷികളുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ പക്ഷേ ഇത് ഈ പാർട്ടി റിയാസ്, ഈ പാർട്ടി നടപടികൾ എടുത്തതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമായിരുന്നു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിഞ്ഞിരുന്ന വാർത്ത. കുറ്റപത്രത്തിലും അങ്ങനെയാണോ? അതായത് കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നത് വ്യക്തിവൈരാഗ്യം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അതിനായി പോലീസിന് 2000 പേജുള്ള ഈ കുറ്റപത്രത്തിൽ 157 സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഈ വ്യക്തിവൈരാഗ്യത്തിലേക്ക് നയിച്ച ഒരു കാര്യം പാർട്ടി നടപടിയുടെ സൂചന തന്നെയാണെന്നുള്ളത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി 125ഓളം തൊണ്ടി വസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് സംഭവം കൊലപാതകം നടക്കുന്നത് 2024 ഫെബ്രുവരി 22 രാത്രി 10 മണിയോടെയാണ്. അന്ന് പെരുവട്ടൂർ മുത്താമ്പി ചെറിയപുരം ക്ഷേത്രത്തിൽ ഈ ഗാനമേള, ഉത്സവത്തോടനുബന്ധിച്ച് ഗാനമേള നടക്കുന്നതിനിടെയാണ് ഈ PV സത്യനാഥനെ അഭിലാഷ് കൊലപ്പെടുത്തുന്നത്. സംഭവശേഷം പ്രതി തന്നെ നേരിട്ടെത്തി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു എന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഫെബ്രുവരി 22 കൊലപാതകം നടന്ന് 82 ദിവസത്തിനകം തന്നെ കൊയിലാണ്ടി പോലീസിന് ഈ കുറ്റപത്രം സമർപ്പിക്കാനായി എന്നുള്ളതാണ്. ഈ അന്വേഷണ സംഘം എന്ന് പറയുന്നത് വടകര DYSP K വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 14 സംഘമായിരുന്നു. അതിൽ മറ്റൊരു DYSP കൂടി ഉണ്ടായിരുന്നു. പേരാമ്പ്ര DYSP KM ബിജു ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കൊയിലാണ്ടി പോലീസ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള മെൽബിൻ ജോസും ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഈ 82 ദിവസത്തിനകം ഈ ഒരു കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനായി എന്നുള്ളത് അന്വേഷണ സംഘത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അജിംഷാദ്. ശരി റിയാസ്.